നിലവിൽ തെരഞ്ഞെടുപ്പ് എടുക്കുന്നു, പ്രധാനപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യാനില്ല, ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്നു, പതിവ് പോലെ CPM തറപ്പണിയുമായി രംഗത്തിറങ്ങിയിരിക്കും. പെണ്ണ് കേസ് കൊണ്ടുവരിക എന്നുള്ളതിനാണ് എല്ലാ തവണയും എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഓരോ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കടന്നുവിടാൻ വേണ്ടി പെണ്ണ് കേസ് കൊണ്ടുവരും. നിലവിൽ ഇത്രയും നാൾ വേറെ പെണ്ണ് കേസൊന്നും കിട്ടാത്ത സ്ഥിതിക്ക് മാങ്കൂട്ടത്തിൽ ചീറ്റിപ്പോയി അയാൾ പാർട്ടി ഇല്ല, അതിൻ്റെ അങ്ങനത്തെ ഒരാളെ പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് ഏറ്റവും പുതിയ ഒരാളിൻ്റെ പേരിൽ ഒരു ആരോപണം കൊണ്ടിങ്ങനെ എത്തിയത്. അത് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ തന്നെ ഏറ്റവും കരുത്തുറ്റ അവരുടെ ആരാധനാപാത്രം അല്ലെ ആത്മീയ ആചാര്യൻ എന്ന് വേണേൽ പറയാവുന്ന പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെയുള്ള ഒരു മോർഫ് ചെയ്ത ചിത്രവും ഒരു അടിക്കുറിപ്പും ഷാനു എന്ന് പറയുന്ന ഫേസ്ബുക്ക് ID യിൽ നിന്നാണ്. തങ്ങളിൽ നിന്ന് തനിക്ക് ദുരനുഭവം നേരിടേണ്ടി വന്നു, തന്നോട് മോശമായി പെരുമാറി എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന അഴിച്ചുവിടുന്നത്. അപ്പോൾ ഈ ഇടത് സൈബർ ഹാൻഡിൽ, പ്രത്യേകിച്ച് CPM-ന്റെ സൈബർ ഹാൻഡിൽ ഒരു പെണ്ണ് കേസ് കൊണ്ടുവരുന്നതിന് ചില ലക്ഷണങ്ങളുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെ, കാര്യം അവർ ആദ്യം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പൂച്ചം പറയാം, നമ്മുടെ നാട്ടിൽ പറയും. അങ്ങോടെ ഇങ്ങോടെ ഒന്നും പറയാതെ അതിലെ ഇതിൽ വരുന്നുണ്ട്. ഉടനെ ഒരു നേതാവിൻ്റെ പെണ്ണ് കേസ് വരുന്നുണ്ട്, ഇങ്ങനെ കുറേ ഇടുമെന്ന് പറഞ്ഞിട്ട് പിന്നീട് ഇത് ഇങ്ങനെ ഇട്ട് ആളെ കൂട്ടിയിട്ട് ഈ ആൾക്കാരെല്ലാം കൂടെ വന്ന് ചർച്ച ചെയ്ത് ഈ കമൻറ്റുകളിലൂടെ കൊണ്ടുവന്ന് ഇവരിത് പ്ലേസ് ചെയ്യും. പിന്നെ ഇവരെ സൈബർ അവരത് പ്ലേസ് ചെയ്യും. അവർ പ്ലേസ് ചെയ്യുന്നത് നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം അറിയാമല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ ആദ്യം ഒരു യുവ MLA എന്ന് പറഞ്ഞ് മാത്രമാണ് വരുന്നത്. വന്ന് ഇവരിങ്ങനെ ഓരോ വഴിക്കൂടെ കൂട്ടി കൊണ്ടുവന്നിട്ട് അവസാനം റിനി ആൻ ജോർജ് എന്ന് പറയുന്ന നടിയ എന്ന് പറയുന്ന ആ യുവതി വന്നിട്ട് അത് രാഹുലാണെന്ന് തോന്നത്തക്ക രീതിയിലുള്ള ഒരു സൂചന അങ്ങോട്ട് ഇട്ട് കൊടുക്കും. പേര് പറയുന്നില്ല, എന്നാൽ ബാക്കിയെല്ലാം രാഹുലാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഉടനെ രാഹുലിനെ മീഡിയാസ് ടാർഗറ്റ് ചെയ്യുന്നു, ഇത് രാഹുലാണെന്ന് ഉറപ്പിക്കുന്നു, രാഹുലിൻ്റെ മുമ്പിൽ ചെല്ലുന്നു, രാഹുൽ ഹൂ കെയേഴ്സ് എന്ന് ചോദിക്കുന്നു. തൊട്ട് പിന്നാലെ ഇവർ ഈ പെണ്ണ് കേസിൻ്റെ ഒരു പരമ്പര തന്നെ പരിപാടി അങ്ങ് ആരംഭിച്ചു. അതെന്ന് പറഞ്ഞാൽ ഇവരുടെ പാർട്ടി സംവിധാനം പോലെയാണ്. നമ്മുടെ കുമാരപിള്ള സാറ്, താത്വികാചാര്യൻ കുമാരപിള്ള സാർ, സന്ദേശത്തിലെ കുമാരപിള്ള സാർ പറയുന്ന പോലെ അന്നത്തെ കാലത്ത് ഗർഭക്കേസിൽ കുറുക്കി നാറ്റിക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇവർക്ക് ഇത് കൂടുതൽ സൗകര്യമായി. ഒരു കിംവദന്തി ഉണ്ടാക്കുക. പണ്ട് തോമസ് പാലയുടെ ഹാസ്യ നോവലിൽ പറയുന്നതാണ്, കിംവദന്തിയെ കെട്ടിത്തൂക്കി എന്ന് പറയും. വാക്യത്തിൽ പ്രയോഗിക്കാൻ പറയുമ്പം കിംവദന്തി വാക്യത്തിൽ പ്രയോഗിക്കാൻ വരുന്ന വഴിക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഒരു പരീക്ഷ എഴുതി വെച്ച ഒരു പയ്യൻ എഴുതിയതാണ്, ഞാൻ വീട്ടിൽ നിന്ന് സ്കൂളിലോട്ട് വരുന്ന വഴിക്ക് ഒരു കിംവദന്തിയെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടു, ഈ വാക്യത്തിൽ പ്രയോഗിക്കും എന്ന് പറഞ്ഞ പോലെ കിംവദന്തി കെട്ടിത്തൂക്കാൻ ഇവരെ കഴിഞ്ഞ് വേറെ ആരുമില്ല. പണ്ട് തൊട്ടേ ഉള്ള അടിസ്ഥാന സ്വഭാവമാണ്, പാർട്ടിയുടെ കേഡർ സ്വഭാവത്തിനൊപ്പം വളർന്നു വലുതായിട്ടുള്ള ഒരു അടിസ്ഥാന സ്വഭാവം. അങ്ങനെയാണ് ഇത് തങ്ങൾക്കെതിരെ ഈ സംഭവം കൊണ്ടിറക്കുന്നു. അതിന് ശേഷം എന്ത് ചെയ്യുന്നു, അവർ ഈ നാട് മുഴുവൻ ഇത് പ്രചരിപ്പിക്കുന്നു. പിന്നെ ഒറ്റയടിക്കായിരിക്കും വരവ്. ഇതിൻ്റെ ജനം TV പോലുള്ള മാധ്യമങ്ങൾ ഇതിൻ്റെ കെണിയിൽ വീഴുന്നു. ജനം TVയും ജന്മഭൂമിയും പോലുള്ള മാധ്യമങ്ങൾ ഈ കെണിയിൽ വീഴുന്നു. അവർ തല വെച്ച് കൊടുക്കുന്നു, ഇവരിത് വാർത്തയാക്കുന്നു. ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരു ഫോട്ടോ അത് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് തിരിച്ചറിയാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ്, AI ടൂളുകളുണ്ട്, അതുപോലെ ഡീപ്പ് ഫേക്ക് എന്ന് പറയുന്ന സാധനം. ഇപ്പം ഞാൻ വേണമെങ്കിൽ നിങ്ങളെ വിളിച്ച് പണം ചോദിക്കുന്നു, ഞാൻ വീഡിയോ കോൾ ആയിരിക്കും വിളിക്കുന്നത്. കാരണം നിങ്ങൾ വിളിക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാൻ തന്നെ വീഡിയോ കോളിൽ വന്ന് പണം ചോദിക്കും, നിങ്ങളെനിക്ക് പൈസ തരുന്നു, നിങ്ങളുടെ പൈസ പോകുന്നു. നിങ്ങൾ എന്നെ പിന്നെ വിളിച്ച് ചോദിക്കുകയാണ്, നമ്മൾ അറിഞ്ഞിട്ട് കൂടിയില്ല, നമ്മൾ ആ സമയത്ത് ഇന്ന സ്ഥലത്താണ്, നമ്മൾ കണ്ടിട്ടില്ല എന്ന് പറയുന്ന പോലെ. പക്ഷേ ഇതിനകത്ത് നമ്മൾ ഈ ചിത്രങ്ങളുടെ പ്രസക്തിയേക്കാൾ ഉപരി ഈ തനി സ്വഭാവം മാറ്റാൻ ഇനിയെങ്കിലും ഈ CPM-ന് ഈ സംഭവം ഒന്ന് മാറ്റി. സൈദ്ധാന്തിക അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഒരു തത്വാധിഷ്ഠ വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ഒരു പാർട്ടി എല്ലാ തെരഞ്ഞെടുപ്പിലും ഈ പെണ്ണ് കേസ് കൊണ്ടുവരുന്നതിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതൊരു വളരെ വളരെ മോശം തരം താന്ന, നമ്മളെ പണ്ട് പറയില്ല, നമ്മളെ കുട്ടിക്കാലത്ത് ഗർഭസത്യാഗ്രഹം നമ്മളെ നാട്ടിൽ ഏറ്റെടുത്തിരുന്ന ഇവർ തന്നെയായിരുന്നു. അതിൻ്റെ ഒരു പരിഷ്കരിച്ച പതിപ്പ് എന്ന് വേണമെങ്കിൽ ഇത് പറയാം. അപ്പോൾ ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്താണെന്നറിയാമോ, ഇത്തവണ ഈ CPM-ന് പറയാൻ നിയതമായൊരു വിഷയമില്ല. അവർ മാങ്കൂട്ടം കേസ് പറയാമെന്നാണ് കരുതുന്നത്. ആ മാങ്കൂട്ടം ചീറ്റിപ്പോയി. പിന്നെന്താ പറയാനുള്ളത്? പിന്നെ ഇവർക്ക് പറയാനുള്ളത് കോൺഗ്രസ് BJP സഖ്യം എന്നൊരു പ്രചാരണം അഴിച്ചുവിടാമെന്നാണ് കരുതുന്നത്. പക്ഷേ
ഒരു കാരണവശാലും അത് ഏക്കുകയില്ല. അത് ഇവിടുത്തെ സഖ്യം CPM BJP ആണെന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആ രീതിയിലുള്ള സ്ഥാനാർത്ഥി നിർണ്ണയം BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കഴിഞ്ഞു. പിന്നെ അത് ഏക്കില്ല. വികസനം പറയാനാണെങ്കിൽ പറയത്തക്ക വികസനങ്ങൾ ഇല്ല, കടലാസിൽ മാത്രമേ ഉള്ളൂ. ഇതെല്ലാം ഈ ഉദ്ഘാടനം ചെയ്തതെല്ലാം പകുതിയായതിനു ശേഷമുള്ള വികസന പ്രവർത്തനങ്ങളാണ്, വേറെ ഒന്നും. പിന്നെ ദോഷം പറയാനാണെങ്കിൽ ധാരാളമുണ്ട്. ആരോഗ്യ മേഖല തകർന്നു, സാമ്പത്തിക മേഖല തകർന്നു, ക്രമസമാധാനം തകർന്നു, ഗുണ്ടകൾ പോലീസുകാരനെ കുത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് പിന്നെ ഇവർ ഭയന്നിരുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന് ശബരിമല. പക്ഷേ ശബരിമല വിഷയം ഇപ്പോൾ പ്രചാരണത്തിൽ നിന്ന് അകന്നു. പിന്നെ ഇവരിത് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നത് എന്താണെന്നറിയോ? കെ സുധാകരൻ റിബലായിട്ട് മത്സരിക്കും, ആ രീതിയിൽ കോൺഗ്രസിനെതിരെ പറയാവുന്നില്ല. അത് പോയി എന്ന് മാത്രമല്ല, CPM നും CPI-ലും ഒക്കെ ആയിട്ട് BJP-യിലും കോൺഗ്രസിലുമായിട്ട് കുറേ സ്ഥാനാർത്ഥികൾ കൂടുതലെടുത്തു. പക്ഷേ നമ്മൾ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് നേരത്തെ നമ്മൾ അഭിനന്ദിക്കേണ്ട കാര്യം, ഇത്തരം ഒരു വാർത്ത വന്നപ്പോൾ അടിയന്തരമായിട്ട് അവർ ഇടപെട്ടു. അതെ, അവരിടപെട്ടു എന്ന് മാത്രമല്ല, അവരതിന് പരാതി കൊടുത്തു. പരാതി കൊടുത്തതോടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അപ്രത്യക്ഷമായി. കാരണം പിണറായിയുടെ പോലീസ് അല്ല ഇപ്പം നിലവിലുള്ളത്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പോലീസാണ്. അതിൻ്റെ കുട്ടൻസരിയത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മുഴുവൻ സംവിധാനങ്ങളും കമ്മീഷണൻ്റെ കയ്യിലാണ്. അതെ, ഈ കേരളം ഭരിക്കുന്ന കമ്മീഷനാണ്. ഈ പറയുന്ന ഇവർ കാവൽ മന്ത്രിസഭ മാത്രമാണ്, അത്രേ ഉള്ളൂ. സർക്കാർ കാവൽ സർക്കാർ മാത്രമാണ്. അവിടെ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് റാന്നിയിൽ കഴിഞ്ഞ ദിവസം DYFI നേതാവിൻ്റെ പീഡനവും അബോർഷനും ഒക്കെ കേസായതും വാർത്തകൾ പുറത്തു വന്നു. പരമാവധി സംരക്ഷണത്തിന് ശേഷം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വരെ നേതാവിനെ സംരക്ഷിക്കാൻ ഇന്ന് പോലീസും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചോടെ പോലീസ് കഴിഞ്ഞു. കാരണം ഇനി ഇവർ തുടർഭരണത്തിൽ വരത്തില്ല എന്നുള്ളത് ഓൾറെഡി ഇൻ്റലിജൻസ് സംവിധാനങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു. ശക്തമായ ഭരണവിരുദ്ധ വികാരം കേരളത്തിലുണ്ടെന്ന് മനസ്സിലായി. പിന്നെ ഇവർക്ക് ഇനി ഒരു രക്ഷയുള്ളത് ഈ തങ്ങളെ തറയി. പക്ഷേ ഇതിനകത്ത് നിന്ന് അവർ എങ്ങനെ നേട്ടം കൊയ്യാമെന്നാണ് എനിക്കത് മനസ്സിലാവുന്നില്ല. എങ്ങനെ നമ്മൾ സമൂഹത്തിൽ എല്ലാവരെയും ആദരിക്കുന്ന ഒരു വ്യക്തിത്വത്തെ മോശക്കാരൻ ഉമ്മൻചാണ്ടി കാര്യത്തിൽ പണ്ട് ചെയ്തു. അതിന് കാരണം ഉമ്മൻചാണ്ടി എല്ലാവർക്കും ഇഷ്ടമാണ്, ബഹുമാനമാണ്, സ്നേഹമാണ്. എന്നാൽ പിന്നെ അയാളെ മോശക്കാരനാണ് എന്ന് വരുത്തി തീർത്താൽ എളുപ്പമല്ലോ ഒന്ന്. തണക്കാട് തങ്ങളന്മാരെയൊക്കെ ഒരു പ്രത്യേകത വെച്ചാൽ അവർ വളരെ ദൈവത്തിലായി കണക്കാക്കുന്ന ഒരു വലിയ സമൂഹം കൂടെയുണ്ട്. അവരുടെ മുന്നിൽ ഇതൊരു മോശക്കാരനാണെന്ന് കാണിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു ഒരു ഉദ്ദേശമായിരിക്കും. പക്ഷേ അത് ലീഗിൻ്റെ കൃത്യമായ ഇടപെടലിലൂടെ അവർക്കത് അങ്ങനെ അല്ലാന്ന് തെളിയിക്കാൻ കഴിയുമെന്നുള്ള. ഉമ്മൻചാണ്ടിയെ അവിശ്വസിച്ച കോൺഗ്രസ്സുകാരുണ്ട്. ചിലപ്പോൾ മനുഷ്യനല്ലേ, തെറ്റുപറ്റാം ഉമ്മൻചാണ്ടിയെ. പക്ഷേ പാണക്കാട് തങ്ങളെ ഈ മുസ്ലിം സമുദായം ആരും ഇങ്ങനെ അവിശ്വസിക്കില്ല. അവർക്ക് അങ്ങനൊരു പേടിയും അങ്ങനൊരു രീതിയിൽ അവർ കാണുന്നത്. മാത്രമല്ല, ഇത് ഉണ്ടാക്കിയത് CPM ആണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവർ ഉറച്ചു വിശ്വസിക്കുന്നു. ഭയങ്കര ഇമ്പാക്റ്റ് കേരളത്തിലുണ്ട്. കൗണ്ടർ ഉണ്ടാവും, ഇതിന്റെ വിപരീത ഫലം ഉണ്ടാവും. ഈ ഒരു ഒറ്റ സംഭവത്തോടെ 10 വോട്ട് മുസ്ലിം സമുദായത്തിൽ കിട്ടുമായിരുന്നെങ്കിൽ അതും പോയി കിട്ടിയിട്ടുണ്ട്. അത് മുസ്ലിം ലീഗിൻ്റെ ആചാര്യനല്ല അദ്ദേഹം ഈ സമുദായത്തിൻ്റെ ആചാര്യനാണ്. തീർച്ചയായും ഇവർ മുസ്ലിം ലീഗിൻ്റെ ആചാര്യനായിട്ട് കണ്ടുവരും. അദ്ദേഹത്തെ താറടിച്ച് ഞങ്ങൾക്ക് നേട്ടം കൊയ്യാം എന്ന് കരുതിയിരുന്ന ആൾക്കാരാണ്. നമ്മൾ പാണക്കാട്ട് പോയാൽ നമുക്ക് കാണാം. ശരിക്കും പറഞ്ഞാൽ അവിടെ ദിവസവും ഓരോ വിഷയങ്ങളിലും എന്താണ് ആശ്വാസം തേടി എത്തുന്ന ജനങ്ങൾ. അവർ ദൈവതുല്യർ തന്നെയാണ് അത് കണക്കാക്കുന്നത്. അല്ലാത്തൊരാൾ ഒരു ചർച്ചിലോ അല്ലെങ്കിൽ അമ്പലത്തിലോ പോകുന്നത് പോലെ തന്നെയാണ് തങ്ങളെ കാണാൻ എപ്പോഴും വരുന്നത് ആളുകൾ. അങ്ങനെയുള്ള വലിയ വിശ്വാസതയുള്ള ഒരാളിൻ്റെ നേർക്കാണ് ഇവർ ഈ പ്രയോഗം നടത്തിയിരിക്കുന്നത്. ഇതിപ്പോൾ കാഫിർ സ്ക്രീൻഷോട്ട് കൊണ്ടുവന്നിട്ട് പണി കിട്ടി ഓർക്കുന്നു. പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്താണ് കാഫിർ സ്ക്രീൻഷോട്ട് കൊണ്ടുവരുന്നത്. അത് പണി മേടിച്ച് കെട്ടി. ഇത് അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തോടു കൂടി ഈ കേരളത്തിലെ വോട്ടിംഗ് രീതിയെ മൊത്തം ഇത് മാറ്റിമറിക്കുന്ന ഒരു തരത്തിലേക്കാണ് ഇപ്പോൾ ഈ സംഭവം പോയിരിക്കുന്നത്. ഈ പറയുന്ന തങ്ങൾ അദ്ദേഹത്തിനെതിരെ ഇങ്ങനൊരു സംഭവം പ്രചരിപ്പിക്കുന്ന സമയത്ത് ഒരിക്കലും സൈബർ ഹാൻഡ്, പക്ഷേ ഇടത് സൈബർ ഹാൻഡിൽ വിവരമുള്ളവന്മാർ എഴുതുന്നുണ്ട്, ഇതിൽ പിടിക്കരുത്, ഇത് കെണിയാകും, ഇത് നമ്മൾ ഉണ്ടാക്കിയതല്ല, ഇത് അവർ തന്നെ ഉണ്ടാക്കി പ്രചരിപ്പിക്കുന്നതാണ്, അതുകൊണ്ട് ഇതേ കയറി പിടിക്കരുതെന്നും പറഞ്ഞാണ് ഇവർ ഇട്ടിരിക്കുന്നത്. പക്ഷേ ഈ വെട്ടുകളി ശല്യം ഉണ്ടല്ലോ, ഇങ്ങനെ കൂട്ടത്തോടെ ഇറങ്ങല്ലേ, പിന്നെ അന്തം ശല്യം മൊത്തം അന്തംഗാമികൾ മാത്രമല്ല. ഇത്തവണ ശക്തമായ ഒരു വികാരം വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ ഈ മനോരമ ന്യൂസിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് പ്രോഗ്രാം നടക്കുന്ന സമയത്ത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാൾ എണീറ്റ് എന്ന് പറയുകയാണ്, ഇത്തവണ ഞങ്ങൾ വീണ ജോർജിന് വോട്ട് ചെയ്യില്ല. അതെന്താ കാരണമെന്ന് ചോദിക്കാൻ പറയുന്നുണ്ട്. ഈ കേരളത്തിലേക്കും വലിയ വർഗീയവാദിയായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റി വലത്ത് സൈഡിലിരുത്തി മുഖ്യമന്ത്രി കൊണ്ടുപോയി ഇയാൾ ഞങ്ങൾക്കെതിരെ നടത്തുന്ന ഈ പ്രയോഗങ്ങൾ അതിനെ ഒന്ന് അപലപിക്കാനോ അതിനെക്കുറിച്ചൊരു കമൻറ്റ് പറയാനോ ഇന്ന് വരെ മുഖ്യമന്ത്രി തയ്യാറാണ്. അങ്ങനെയുള്ള
ഈ ഇടതുപക്ഷത്തിന് ഞങ്ങൾ വോട്ട് ചെയ്യും, ഇത്രയും നാളും ഞങ്ങളുടെ വോട്ട് കൊണ്ടാണ് അവർ ജയിച്ചത്, ഇത്തവണ ഞങ്ങൾ ചെയ്യത്തില്ല. അല്ല, അങ്ങനെ അവർ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് ശരിക്കും CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായി മാറും എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ വെള്ളാപ്പള്ളിയുടെ ഒരു കുരുട്ടുബുദ്ധിക്കുള്ള തിരിച്ചടി, വെള്ളാപ്പള്ളിയുടെ അല്ല, പിണറായി വിജയൻ്റെ കുരുട്ടുബുദ്ധിക്കുള്ള ഒരു തിരിച്ചടി കൂടിയാണ്. അദ്ദേഹം വിചാരിച്ച ന്യൂനപക്ഷ വോട്ട് എന്തായാലും കിട്ടത്തില്ല, മുസ്ലിം ലീഗും അവരൊക്കെ ഉള്ളതുകൊണ്ട് അവരുടെ വോട്ട്. എന്നാൽ ഭൂരിപക്ഷമായിട്ടുള്ള ഹിന്ദുക്കളെ കൂടെ നിർത്താമെന്ന് കരുതിയാണ് വെള്ളാപ്പള്ളിയെ കൊണ്ട് ഇത്തരം പ്രസ്താവനകൾ അത് അതിനേക്കാൾ വലിയ പാടാണ് നടത്തിച്ചത്. അതിപ്പോൾ അതിനെക്കാട്ടി വലിയ പാടായി. എന്തായാലും പാണക്കാട് തങ്ങൾക്കെതിരെ തീക്കളിയാണ് CPM LDF-ഉം കളിച്ചത്. നന്നായിട്ട് തെരഞ്ഞെടുപ്പ് ബൂമറാങ്ങായി തിരിച്ചടിക്കും എന്നുള്ളത് 100% പ്രതിഫലിക്കും ഉറപ്പാണ്. എന്നുള്ളത് കറക്റ്റാണ്.